പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ഏറ്റുപറഞ്ഞ് അങ്ങനെ പിറവിതിരുന്നാളായിട്ട് ഒരുങ്ങുന്നതിന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തിനെയും നാഥായി നീക്കും. കർത്താവേ മമ രാജാവേ പാടും നിൻ പുക എന്നും ഞാൻ സകലേശാനി തിരുനാമം വാഴ്ത്തിയിടും ഞാൻ
അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായ നീയും. ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ അനുദിനം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോൾ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദർഗനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് വളർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. എന്റെ സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലുള്ള വായന അധ്യായം 43 1 മുതൽ 15 വരെ കേൾക്കുകയാണ്. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലിനെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടി ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമാണ്. നിന്റെ മോചനദ്രവ്യമായി ഈജിപ്തും നിനക്ക് പകരമായി എത്യോപ്യയും സെബായും ഞാൻ കൊടുത്തു. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനിയും പ്രിയങ്കരനുമായിക്കൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കിഴക്ക് നിന്ന് നിന്റെ സന്തതിയെ ഞാൻ കൊണ്ടുവരും. പടിഞ്ഞാറ് നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. വടക്കിനോട് വിട്ടുകൊടുക്കുക എന്നും തെക്കിനോട് തടയരുത് എന്നും ഞാൻ ആഗ്രഹിക്കും. ദൂരത്ത് നിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് പുത്രിമാരെയും കൊണ്ടുവരികയും എൻ്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച് രൂപം കൊടുത്തവരും എൻ്റെ നാമത്തിൽ വിളിക്കപ്പെട്ടവരുമായ എല്ലാവരെയും കൊണ്ടുവരികയും. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. എന്നെ അറിഞ്ഞ് വിശ്വസിക്കാനും ഞാനാണ് ദൈവമെന്ന് ഗ്രഹിക്കാനും ഞാൻ തിരഞ്ഞെടുത്ത ദാസൻ. എനിക്ക് മുൻപ് മറ്റൊരു ദൈവം ഉണ്ടായിട്ടില്ല, എനിക്ക് ശേഷം മറ്റൊരു ദൈവം ഉണ്ടാവുകയില്ല. നിന്നോട് സമനായി വേറൊരു ദൈവം കർത്താവിൻ തിരുചന്ദ്രത്തിൽ മംഗളകരമാവൃത്താന്തം ഘോഷിക്കാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും ഊഹായും
സ്തുതിയുണ്ടാകട്ടെ. ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തെയും നാഥായിനെയും അധ്യായം 6:1-4 വരെയുള്ള വാക്യങ്ങൾ. കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായമാണ്. നിങ്ങൾക്കു നന്മ കേൾക്കുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെ പിതാവിനെ ബഹുമാനിക്കുക. വാഗ്ദത്തത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ: പിതാക്കന്മാരെ, നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്, അവരെ കർത്താൻ ശിക്ഷണത്തിനും ഉപദേശത്തിനും വളർത്തുകയും. പരിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ. ഹേറോദീസ് യൂദയ രാജാവിന്റെ കാലത്ത് അബിയായുടെ ഗണത്തിൽ സഖറിയ എന്നൊരു പുരോഹിതനുണ്ടായിരുന്നു. അപ്പോഴെ പുത്രന്മാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവരെ ഭാര്യ. അവർ ദൈവത്തിന് മുമ്പിൽ നീതി തിരിച്ചതും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എലിസബത്ത് വന്ധ്യയായിരുന്നു. ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. തന്റെ ഗണത്തിൽ നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമം അനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തി വരവേ പൗരോഹിത്യ വിധി പ്രകാരം കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കുവാൻ സഖറിയായി കൂടി വീണു. ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവ് ദൂതൻ ധൂപപീഠത്തിന്റെ വലതുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു. അവനെ കണ്ട് സഖറിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു. ദൂതൻ അവനോട് പറഞ്ഞു, സഖറിയ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു.
നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു പുത്രൻ ജനിക്കും, നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും, അല്ലെങ്കിൽ അവന്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. കർത്താവിന്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. വീണ്ടും മറ്റ് ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇസ്രായേൽ മക്കൾ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്ക്, അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്ക് തിരിച്ചുവിടുവാൻ സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിന് മുമ്പേ പോകും. സക്രിയ ദൂതനോട് ചോദിച്ചു, ഞാനിത് എങ്ങനെയായി? ഞാൻ വൃദ്ധനാണ്, എന്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. ദൂതൻ മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കുവാൻ സന്തോഷകരമായി വാർത്ത നിന്നെ അറിയിക്കുവാൻ ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. യഥാകാലം പൂർത്തിയാകേണ്ട ഈ വചനം അവിശ്വസിച്ചുകൊണ്ട് നീ മൂകനായിത്തീരും. ഇവ സംഭവിക്കുന്നവരെ സംസാരിക്കുവാൻ നിനക്ക് സാധിക്കുകയില്ല. ജനം സക്രിയായി കാത്തു നിൽക്കുകയായിരുന്നു. ദയവായി അവൻ വൈകുന്നതിനെ പറ്റി അവർ അത്ഭുതപ്പെട്ടു. പുറത്തു വന്നപ്പോൾ അവനോട് സംസാരിക്കുന്നതിന് സക്രിയായി കഴിഞ്ഞില്ല. ദേവാലയത്തിൽ വെച്ച് അവന് ഏതോ ദർശനമുണ്ടായെന്ന് അവർ മനസ്സിലാക്കി. അവൻ അവനോട് ആംഗ്യം കാണിക്കുകയും ഊമനായി കഴിയുകയും ചെയ്തു. തന്റെ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ വീട്ടിലേക്ക് പോയി. താമസിയാതെ അവന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. 5 മാസത്തേക്ക് അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി. അവൾ പറഞ്ഞു, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കി കളയുവാൻ കർത്താവിനെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു. ദൈവം കാരുണ്യവാൻ. ഈശ്വരയിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, മതാധ്യാപകരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, വിവാഹം കഴിഞ്ഞവരുടെ ഏറ്റവും വലിയ സന്തോഷം എന്താണ് ചോദിച്ചാൽ മക്കളുണ്ടാകുവാൻ പോകുന്നു എന്നത് തന്നെയാണ്. വിവാഹം കഴിഞ്ഞവരുടെ ഏറ്റവും വലിയ ദുഃഖം എന്താണ് ചോദിച്ചാൽ മക്കളുണ്ടാകുന്നില്ല എന്നതും ആയിരിക്കും. സുവിശേഷത്തിലൂടെ ഈശോ നമ്മെ ഈശോയുടെ പിറവി തിരുനാളിനായിട്ട് ഒരുക്കുകയാണ്. ഈ ഒരുക്കലിന്റെ ആദ്യ ഭാഗമായിട്ട് മകരവാർത്ത കാലത്ത് ദൈവം ആദ്യ മംഗളവാർത്ത ലഭിച്ചത് സക്രിയ എലിസബത്ത് ദമ്പതികൾക്കാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഓർമ്മപ്പെടുത്തൽ ദൈവം നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. കാത്തിരിക്കണം, ഒരുക്കത്തോടുകൂടി കാത്തിരിക്കുവാനായിട്ട് സാധിക്കണം. ഈ ഒരുക്കത്തോടുകൂടി കാത്തിരുന്നവരുടെ ഒരു വലിയ നില, പ്രതീക്ഷ, മക്കളുണ്ടാകണം എന്ന കാത്തിരിപ്പിന്റെ ഒരു വലിയ നില പഴയ നിയമത്തിൽ വലിയ 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 പൂർവ്വപിതാക്കന്മാരിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അബ്രാഹത്തിന് മക്കളുണ്ടായിരുന്നില്ല. അബ്രാം സാറ ദമ്പതികൾ മക്കളുണ്ടാകണമെന്ന ആഗ്രഹവുമായിട്ട് അവർ കാത്തിരിപ്പിന്റെ ഒടുവിൽ അബ്രാഹത്തിന് 90 വയസ്സുള്ളപ്പോഴാണ് സാറ ഗർഭിണിയാക്കിയില്ല. വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇസഹാക്ക് റബേക്ക ദമ്പതികൾ 20 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇസഹാക്കിന് 60 വയസ്സുള്ളപ്പോൾ ഭാര്യ റബേക്ക ഗർഭിണിയായത്. വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യാക്കോബ് റാഹേൽ ദമ്പതികൾ 19 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം തൊണ്ണൂറാം വയസ്സിലാണ്
യാക്കോബിന്റെ ഭാര്യ റാഹേൽ ഗർഭിണിയായി. വീണ്ടും നമുക്ക് കാണുവാനായി സാധിക്കും എൽക്കാന ഹന്ന ദമ്പതികൾ. ഹന്ന സാമുവേലിന്റെ അമ്മയാണ്. വിവാഹത്തിന് ശേഷം 19 വർഷത്തിന് ശേഷമാണ് ഹന്ന ഗർഭിണിയായത്. ഇതെല്ലാം ഓർമ്മപ്പെടുത്തുക, കാത്തിരിക്കണമെന്ന്. സുവിശേഷത്തിൽ ഇത് തന്നെയാണ് നമ്മോട് ആവശ്യപ്പെടുക. കാത്തിരുന്നവരെ കുറിച്ച് സക്രിയ എലിസബത്ത് ദമ്പതികൾ കാത്തിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്റെ ദൈവത്തിന് കടക്കുവാനായിട്ട് എന്റെ ഹൃദയത്തെ ഒരുക്കി കാത്തിരിക്കുമ്പോഴാണ് ദൈവം വന്ന് പിറക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ നിയോഗങ്ങളും ആവശ്യങ്ങളും ഉണ്ടാകും. ആ നിയോഗങ്ങളും ആവശ്യങ്ങളും ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടി കാത്തിരിക്കുവാനായി സാധിക്കുമ്പോഴാണ് അത് ഫലമുണ്ടാകുക, ദൈവം അനുഗ്രഹിക്കുക. രണ്ടാമതായി ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, കാത്തിരിപ്പ് എപ്പോഴും വിശ്വാസത്തോടു കൂടിയായിരിക്കണം എന്ന്. സക്രിയെ സംബന്ധിച്ചിടത്തോളം അവന് ബോധ്യമുണ്ട്, ഞാൻ പ്രായം തികഞ്ഞവനാണ്, ഭാര്യ വന്ധ്യയാണ്, അവൾ പ്രായം തികഞ്ഞവളാണ്, ഈ ഒന്നും സംഭവിക്കുവാനായിട്ട് ഇടയില്ല, സാധ്യതയില്ല എന്നിരിക്കും. ദൈവദൂതൻ പറയുന്നൊരു വാക്കുണ്ട്, സക്രിയ നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു എന്ന്. തീർച്ചയായിട്ടും ഈ പ്രായാധിക്യത്തിൽ അസംഭവ്യമായി സംഭവിക്കും എന്ന ഉറച്ച വിശ്വാസവും ബോധ്യവുമായിട്ട് സക്രിയ തന്റെ ഹിതത്തിനനുസരിച്ച്, തനിക്ക് വീണ നടക്കിനനുസരിച്ച് സക്രിയ ദൈവത്തിന് മുമ്പിൽ നിയോഗം വയ്ക്കുകയാണ്. ആ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ നമുക്ക് നിയോഗം ഉണ്ടായിരിക്കണം. ആ പ്രാർത്ഥന തീർച്ചയായും ദൈവം കേൾക്കുമെന്ന ഉറച്ച ബോധ്യവും വിശ്വാസവും നമുക്കുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, ജീവിതവും അപ്രകാരം തന്നെ ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടിയുള്ളതായിരിക്കണമെന്ന് ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്. സക്രിയ എലിസബത്ത് ദമ്പതികളെ കുറിച്ച് സുവിശേഷം പറയുന്നത് ഇപ്രകാരമാണ്, അവർ നീതി നിശ്ചിതരായിരുന്നു, ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അവർ അക്ഷരം പ്രതി പാലിച്ചിരുന്നു. അതോടൊപ്പം തന്നെ നിശ്ചയിക്കപ്പെട്ട ക്രമത്തിൽ അവർക്ക് ഒളിവീണപ്പോൾ ആ ധൂപാർപ്പണത്തിനായിട്ട് എത്തിച്ചേരുവാനും സക്രിയ തയ്യാറാകുകയാണ്. നമ്മോട് ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ ജീവിതത്തിൽ നിയോഗങ്ങളുണ്ടാകണം. ആ നിയോഗങ്ങളുടെ പുറകിൽ വ്യക്തമായ ജീവിതവും വ്യക്തമായ വിശ്വാസവും നമുക്കുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, സക്രിയയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം ഉണ്ടായെന്ന് മാത്രമല്ല, അവന്റെ ഉത്തരവാദിത്തങ്ങൾ ആത്മാർത്ഥതയോടുകൂടി നിർവഹിച്ച ഒരു വ്യക്തി കൂടിയാണ് സക്രിയ. അതോടൊപ്പം തന്നെ ദൈവത്തിന് മുമ്പിൽ ഏറ്റവും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച വ്യക്തിയാണ് സക്രിയ. ദൈവത്തെ മുറുകെ പിടിച്ച വ്യക്തിയാണ് സക്രിയ. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അസ്വസ്ഥനായി തമ്പുരാനിൽ നിന്നും മാറിപ്പോകാതെ എന്റെ ദൈവത്തെ മുറുകെ പിടിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, അസാധ്യമായത് സംഭവിക്കുമെന്ന്, നമ്മുടെ നിയോഗങ്ങൾക്ക് സാക്ഷാത്കാരം ഉണ്ടാകുമെന്ന്. മൂന്നാമതായിട്ട് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവം കാരുണ്യവാനാണ് എന്ന്. ഓർമ്മപ്പെടുത്തുക, തനിക്കായിട്ട് വഴിയൊരുക്കുവാനായിട്ട് അയച്ചവന്റെ പേര് യോഹന്നാൻ എന്നെഴുതണം എന്ന് ദൈവം പറയുകയാണ്. അവൻ തീർച്ചയായിട്ടും അവൻ യോഹന്നാൻ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം കാരുണ്യവാൻ എന്നതാണ്. തീർച്ചയായിട്ടും ആ കാരുണ്യവാനെ തുടർച്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശുവിലൂടെ കാരുണ്യവാനായ തമ്പുരാനെ കാണിച്ചു തരികയാണ്. പുതിയ നിയമത്തിന്റെ ചൈതന്യം എന്നാണ് ചോദിച്ചാൽ അത് സ്നേഹത്തിന്റെ ചൈതന്യമാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അത് വലിയ കാരുണ്യത്തിന്റെ ചൈതന്യമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവകരുണ എത്തിച്ചേരണമെങ്കിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവകാരുണ്യം എത്തിച്ചേരണമെങ്കിൽ കാത്തിരിക്കുവാനായിട്ട് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവകാരുണ്യം അനുഭവിക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ആത്മാർത്ഥതയോടുകൂടി നിറവേറ്റുവാനായിട്ട് സാധിക്കണം. തീർച്ചയായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കും. കാത്തിരിക്കുക, വിശ്വാസത്തോടു കൂടി, ബോധ്യത്തോടു കൂടി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും സാധനത്തോടും കൂടി കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. അതിന്റെ പാപമൂലം അനുവദിച്ച മനുഷ്യർക്ക് രക്ഷകനെ വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായി ഞങ്ങൾ പാപമോചനം രക്ഷയും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർവ്വപിതാക്കന്മാർ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്ന മിശിഹായി കൃപാവരങ്ങൾ നൽകി തിരുസഭയെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷകനായി നീ സ്വീകരിക്കുവാൻ പ്രവാചകന്മാരിലൂടെ ജനഹൃദയങ്ങളെ സജ്ജമാക്കിയ കർത്താവേ, അനന്തര ജീവിതത്തിൽ നിന്നെ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗത്തിലെ കവാടം ഞങ്ങൾക്ക് തുറന്നുതരുവാൻ മനുഷ്യനെ അവതരിച്ച മിശിഹായി നിന്റെ ആത്മാവിനെ പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യകാലം വഴി മനുഷ്യവംശത്തെ മാത്രമണിയിച്ച മിശിഹായി ദൈവസ്നേഹത്തിന്റെ ഞങ്ങളുടെ കുടുംബങ്ങളെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹായുടെ സഹോദരന്റെയും തലവനായ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ തലവനുമായ മെത്രാപ്പൊലീത്തയും ഞങ്ങളുടെ അപ്പോസ്തലിക മിനിസ്റ്റർമാർ ബോസ്കോ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നമ്മൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ മിശിഹായി നിന്റെ കൃപയാൽ ഞങ്ങൾ എല്ലാവരും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പാപം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. നാഥനായിരിക്കും തന്റെ വാസമുദ്രത്തിൽ നമ്മുടെ കരങ്ങളുടെയും പാപങ്ങളുടെയും കഴികളെ
അവരുടെ സ്വീകരിക്കുവാൻ ആവശ്യമായ കൃപ ഇനി എൻ്റെ കുടുംബത്തിൽ വർഷിക്കുന്ന തവരാനെ അവിടുത്തെ അപേക്ഷിക്കാം. അങ്ങയുടെ ആദ്യമായ ബുദ്ധി എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുന്ദരവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സർവശക്തന പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യരായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്ലീബായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്ത് പ്രാർത്ഥിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും പരിപാലിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായി ശരീരത്തിലെ വ്യത്യാസങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാനായ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നേലും ഞങ്ങളെ അങ്ങ് ആജ്ഞാതകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും
ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ
ആശ്രയമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് ഭാവമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ വാങ്ങി പാനം ചെയ്യുക. നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങനെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അവയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവർത്തിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർവ്വതയ്ക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ളവരെ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവനായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സജീവവും ജീവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് ലഭിക്കുമെന്ന് നമ്മുടെ വിശ്വാസത്തോടു കൂടി അത് വിളിച്ചപേക്ഷിക്കാം. പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടപ്പാടുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിനിടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജലത്തിലുള്ളതാകുന്നു. നമ്മെ ജീവിക്കുന്ന കർത്താവേ, ശംസിഹായുടെ പ്രഭാവം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. വിശ്വാസത്തിന്റെ
അറിയിപ്പുകൾ. കഴിഞ്ഞ ദിവസം ആഴ്ച 853 രൂപ, കിഴികുമാനം 4220 രൂപ. സെന്റ് അൽഫോൺസ സെന്റ് സെബാസ്റ്റ്യൻ കുടുംബികളുടെ കാഴ്ചമർദ്ദം 760 രൂപ. 12ാം ക്ലാസ്സിലെ കുട്ടികളും അധ്യാപകരും മാതാപിതാക്കളും 420 രൂപ. മദർ തെരേസ കുടുംബ യൂണിറ്റ് മാസവരി സംഖ്യ 3500 രൂപ. സെന്റ് തോമസ് കുടുംബ യൂണിറ്റ് മാസവരി സംഖ്യ 5200 രൂപ. സെന്റ് സെബാസ്റ്റ്യൻ കുടുംബ യൂണിറ്റ് 1650 രൂപ. സെന്റ് അൽഫോൺസ കുടുംബ യൂണിറ്റ് 5700 രൂപ. ഇന്നു മുതൽ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള ഒരുക്കവും ആരംഭിക്കുന്നു. വിവാഹങ്ങൾക്കും മറ്റ് ആഘോഷങ്ങൾക്കും മുടക്കുള്ള സമയമാണ്. ഒരുക്കത്തിന് അടയാളമായ നക്ഷത്രങ്ങൾ ഭവനം തൂക്കുവാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നോമ്പുകാലത്തിന്റെ ഭാഗമായിട്ട് ഓരോ കുടുംബത്തിലെ ഓരോ അംഗവും ഒരു ദിവസം 1 രൂപയെങ്കിലും ഉണീശോയ്ക്കായിട്ട് മാറ്റിവെക്കുക. അങ്ങനെ ഉണീശോയുടെ രൂപ പദ്ധതിയിൽ ഭാഗമാക്കുക. പാവപ്പെട്ടവർക്ക് ഭവനം, ചികിത്സ, പഠനം, വിവാഹം എന്നിവയ്ക്കായിട്ടാണ് ഈ പൈസ ഉപയോഗിക്കുക. വിൻസെന്റ് പോൾ ആണ് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക. വിവിധ രീതികളിലൂടെ വിവിധ മാർഗങ്ങളിലൂടെ അവർക്കുള്ള പൈസ സ്വരൂപിക്കുന്നു. അവരുടെ ഫെസിലിറ്റിയോടൊപ്പം തന്നെ ഈ പ്രാവശ്യം ക്രിസ്മസിനോടനുബന്ധിച്ച് നവ്യയുടെ കേക്ക് അവർ ഹോൾസെയിൽ വാങ്ങി വിതരണം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാ ദിവസവും കേക്ക് വാങ്ങിക്കുവാനും നമ്മുടെ ബന്ധുക്കാരികൾക്ക് കേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുവാൻ സ്നേഹവും അഭ്യർത്ഥിക്കും. അവർ നമ്മളെ സമീപിക്കുന്നതാണ്. 6ാം തീയതി ആദ്യ വെള്ളിയാഴ്ചയാണ്. ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും കുർബാന വൈകിട്ടായിരിക്കും. സെന്റ് ജോസഫ് കുടുംബയോഗം ജെയ്മോൻ പുതുശ്ശേരി കുരിക്കിന്റെ വസതിയിൽ വെച്ച് ഇന്ന് 4 മണിക്ക്, സെന്റ് മേരീസ് കുടുംബയോഗം തെറ്റിനേത്ത് വിജി ഫ്രാൻസിസിന്റെ വസതിയിൽ വെച്ച് ഇന്ന് 5 മണിക്ക് സമയമെടുക്കുന്നതാണ്. എല്ലാ ദിവസവും പള്ളിയിൽ വരുന്ന കുട്ടികൾക്ക് അതുപോലെ ഈ വർഷവും സമ്മാനം നൽകുന്നതായിരിക്കും. ഇന്ന് മുതൽ 25-ാം തീയതി ക്രിസ്മസ് കുർബാന വരെയുള്ള സമയത്താണ് പള്ളിയിൽ വരേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. കടങ്ങളുടെ മോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിലെയും നാഥായിക്കും മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായി സുന്ദരവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിലെയും നാഥായിക്കും
വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി.